സുരേഷ് ചേട്ടൻ ഇപ്പൊ ഷൂട്ടിന്റെ തിരക്കിലാണ്. ഞാനിതിനു വേണ്ടി ഞാൻ ഇങ്ങനെ പ്രൊമോഷൻ ഉണ്ടെന്ന് ഞാൻ പറയാൻ വേണ്ടി വിളിച്ചു. അപ്പൊ എന്നെ കൺവിൻസ് ചെയ്ത് കളഞ്ഞു. പുള്ളി നിന്നെ കൺവിൻസ് ചെയ്തു. അപ്പൊ ഞാൻ ആലോചിച്ചു ശരിയാണല്ലോ, കൺവിൻസ് ചെയ്ത് കളഞ്ഞു. അമ്മേ ഈ ക്യാരക്ടറിന് കുറച്ചും കൂടെ ഒന്ന് ഈ സീസണിൽ അങ്ങ് കൊടുക്കുമായിരുന്നു ആ ഒരു ക്യാരക്ടർ സ്പേസ്. ഇപ്പോഴാണെങ്കിൽ ചിലപ്പോ ഇവനെ മഹേന്ദ്രനാക്കേണ്ടി വരും. റേഞ്ച് ഒക്കെ മാറിയത് കൊണ്ട് വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുക്കുകയല്ല. 2 ദിവസം കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത്. ഞാൻ FB-യിൽ അങ്ങനെ ആക്റ്റീവ് അല്ല. അപ്പൊ എനിക്ക് റാൻഡംലി ബാക്കിയുള്ള എന്റെ ഫ്രണ്ട്സ് മെസ്സേജ് എയർലാൻഡ് എന്ത് പറ്റി. പിന്നെ ഈ പറയുന്നത് തെറിവിളി സാധനങ്ങൾ അതെനിക്ക് എന്തിനാണെന്ന് അറിയില്ല. കുഴപ്പമില്ല, അത് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനും കാര്യമില്ല. രണ്ടാം പാർട്ട് കണ്ണ് തുടച്ചിട്ട് കണ്ണീര് ബാക്കി ചോദ്യം അവരോട് ചോദിക്കും. നന്നായിട്ട് അഭിനയിക്കണ്ടേടാ. ബിബിൻ എന്ന് പറഞ്ഞ അസോസിയേറ്റ് ഉണ്ട്. അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് മാമിനെ കാണുമ്പോ മടി കിടന്ന് എന്റെ അല്ല എന്താ നിങ്ങളുടെ വാഴ 2 കൃഷിയൊക്കെ? വാഴ 2, ജയമഹേന്ദ്രൻ 2 അങ്ങനെ എല്ലാം 2 വന്നാലേ നമുക്ക് കാര്യമുള്ളൂ. എല്ലാ 2-ലും ഞാനുണ്ട്. ജയമഹേന്ദ്രൻ 2 വരുന്നത്. ബെൻ ജോൺസൺ മണിച്ചേട്ടന്റെ ബാല്യകാലം ചെയ്ത ആളാണ് ഈ ഇരിക്കുന്നത്. വീട്ടിലേക്ക് പോയി പറഞ്ഞു മാം ഇതല്ല എനിക്ക് കുറച്ചും കൂടി അത് വേണം ഇത് വേണം എന്നൊക്കെ ചുമ്മാ എന്തെങ്കിലും മണ്ടത്തരങ്ങളൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് തിരിച്ച് വന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കും ഞാനോട് ഇപ്പൊ പറഞ്ഞത് എന്തൊക്കെ ചെയ്യുന്നത്. സൈന സൗത്ത് പ്ലസിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം ആൻഡ് യു ആർ വാച്ചിങ് അവർ ഷോ മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. അപ്പം ഈ വരുന്ന ഒക്ടോബർ 11-ാം തീയതി ഇറങ്ങാൻ പോകുന്ന നമ്മുടെ സോണി ലൈവിൻ്റെ ആദ്യത്തെ മലയാളം വെബ് സീരീസ് ആയിട്ടുള്ള ജയ് മഹേന്ദ്രൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ടർ ആൻഡ് ആക്ടേഴ്സ് ആണ്. അപ്പം എന്തായാലും നമുക്ക് ഷോയിലേക്ക് വെൽക്കം ചെയ്യാം ശ്രീകാന്ത് ഏട്ടൻ ദ ഡയറക്ടർ, അപ്പുണ്ണി ചേട്ടൻ ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമേദ്. ഹായ്, ഭയങ്കര സന്തോഷം. സോണി ലൈവിൽ മലയാളത്തിൻ്റെ ആദ്യത്തെ വെബ് സീരീസ് വരെയാണ്. ഈ വരുന്ന ഒക്ടോബർ 11 തൊട്ടിട്ട് സ്ട്രീമിംഗ് ആണ്. അത് നമുക്ക് എല്ലാ മലയാളികൾക്കും ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡാണ് കഥ സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു. ബിക്കോസ് നമ്മൾ ഗവൺമെന്റ് സർവീസിലെ കാണുന്ന ഒരു കറപ്റ്റഡ് ഡെപ്യൂട്ടി ഓഫീസറിന്റെ കഥ പറയുകയാണോ? പറയൂ. കറപ്റ്റഡ് ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ കഥയല്ല പറയുന്നത്. കാരണം നമ്മൾ സിനിമയിലും മലയാള സിനിമയിലും നമ്മൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്ന എല്ലാം ഗവൺമെന്റ് ഓഫീസേഴ്സ് ആണെങ്കിൽ അല്ലെ പോലീസുകാരാണെങ്കിൽ ഇവര് കറപ്റ്റഡ് ആയിരിക്കും, അല്ലെ ഇവര് കൈക്കൂലി മേടിക്കുന്നവരായിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു ഫോൾഡറാക്കി വെച്ചിരിക്കുകയാണ് എല്ലാവരും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നമ്മുടെ കുറേ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസുകൾ കൊണ്ട് നമ്മുടെ ഓഫീസേഴ്സിൻ്റെ കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. അവർക്ക് പല കാര്യങ്ങളും അവർക്ക് ഫ്രീ ആയിട്ട് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പറ്റണം എന്നില്ല. അവർക്കൊരു കുറേ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം സ്ട്രിക്ട്ലി. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ അവർ ചെയ്യേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് കറപ്ഷൻ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. സിസ്റ്റം മൂവ് ചെയ്യാൻ വേണ്ടി, കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത്. അപ്പം ഡെപ്യൂട്ടി തഹസിൽദാരായ മഹേന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെയാണ് സഹിച്ചേട്ടൻ ചെയ്തിരിക്കുന്നത്. അയാൾ കുറച്ച് പൊളിറ്റിക്സും ഒക്കെ ആയിട്ട് കണക്ഷനൊക്കെ ഉള്ള ഒരാളാണ്. അയാൾക്ക് ചെറിയ കണ്ണിങ് നേച്ചർ ഉണ്ട്. അയാൾക്ക് അയാളുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ മാനിപ്പുലേഷനും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അയാളിലൂടെ കഥ പോകുന്ന ഒരു സീരീസ് ആണിത്. ആദ്യത്തെ മലയാള വെബ് സീരീസ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ഒരു കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഡയറക്ടർ ആകാൻ പറ്റിയല്ലോ. എപ്പോഴും നമ്മൾ പറയുമ്പോൾ സോണി ലൈവിൽ ആദ്യമായി ഇറങ്ങിയ മലയാളം വെബ് സീരീസ് എന്ന് പറയുമ്പോൾ ആൾക്കാരെന്നും ജയ് മഹേന്ദ്രനെ ഓർക്കും. അപ്പം സിനിമ ഇതാണ് സംസാരിക്കുന്നതെങ്കിലും ഹാസ്യത്തിന്റെ ഒരു മേമ്പൊടിയോട് കൂടിയിട്ടാണ് ഇത് ഓഡിയൻസിലേക്ക് വരുന്നത് എന്ന് കണ്ടിരുന്നു. അപ്പം ചേട്ടാ പറയൂ, എന്താണ് ഇതിനകത്തെ വേഷം? അതേപോലെ കോമിക്കലായിട്ടുള്ള ഒരു വേഷമാണോ? കോമിക്കലായിട്ടല്ല, ശരിക്കും നമ്മളെ കഥാപാത്രം ചെയ്യുന്ന നേരത്തെ അത് കുറച്ച് തമാശ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരൻ, ഞാൻ സിനിമയിൽ ഒരുപാട് രാഷ്ട്രീയക്കാരൻ ചെയ്തതാണ്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൃത്യമായിട്ട് നമ്മൾ എവിടേക്കോ കണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണിത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എഴുതി പിടിപ്പിച്ചുണ്ടാക്കിയ ഒരു രാഷ്ട്രീയക്കാരനല്ല ഇത്. ഇത് നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ, നല്ല ജീവനുള്ള രാഷ്ട്രീയക്കാരനാണ്. അതായത് ചേട്ടൻ മേ ബി ക്യാരക്ടറുടെ പേര് റിവീൽ ചെയ്യാവോ? ക്യാരക്ടറിന്റെ പേര്
അനിയൻ കുഞ്ഞ്. അനിയൻ കുഞ്ഞ്. അപ്പൊ ഞാൻ ഒരു വർഷമായിട്ട് അഭിനയിച്ചത് അഭിനയിച്ചു. അപ്പൊ പക്ഷെ എനിക്ക് ക്യാരക്ടർ മൊത്തം മറന്നു പോയിട്ടില്ല, അങ്ങനെ തന്നെ ഉണ്ട്. അപ്പം ശരിക്കും സത്യം പറയുകയാണെങ്കിൽ നമ്മളെ മാമിന്റെ അടുത്ത് സംസാരിക്കാൻ വരികയാണ് ഒരു കാര്യവും പറഞ്ഞിട്ട്. അപ്പം അവര് സംസാരിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കും, ഇയാൾ സംസാരിക്കും ഇയാളുടെ കൂടെ നിൽക്കും, മറ്റവർ സംസാരിക്കുന്നത് അയാളുടെ കൂടെ നിൽക്കും. അങ്ങനെയൊക്കെ നിൽക്കാൻ എങ്ങനെ വേണേലും 2 തോണിയിലും കാല് വെക്കുകയും പിന്നെ പെട്ടെന്ന് നിറം മാറുകയൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരെ ആണ്. അങ്ങനെയെങ്കിൽ അപ്പുചേട്ടൻ്റെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മൾ ഇന്ന് കണ്ടുവരുന്ന രാഷ്ട്രീയക്കാരുടെ എന്തെങ്കിലുമൊക്കെ സ്വഭാവം നമുക്ക് ഈ ഒരു രാഷ്ട്രീയക്കാരനിലും കാണാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ എന്താണത്? അല്ല, അങ്ങനെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല. കാരണം എന്താ വെച്ചാൽ ഈ സ്ക്രിപ്റ്റ്, രാഹുലിന്റെ സ്ക്രിപ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡെപ്ത് ഉണ്ട്. ഇപ്പം എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ട് നല്ല കൊട്ടുള്ള ഡാൻസ് ആണ് ഏറ്റവും നന്നാവുക. നല്ല കൊട്ട് വേണം, അത് നല്ല വാഴ്ത്താരി വേണം, ആ ഡാൻസ് ഗംഭീരമായിരിക്കും. അതേപോലെ നമുക്ക് അനുഭവിക്കാൻ എന്തെങ്കിലും സ്ക്രിപ്റ്റിൽ ഉണ്ടാവണം, അത് നിറയെ ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ അതിന്റെ മുകളിൽ അധികം പണിയെടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളൊന്ന് ഹൈപ്പാക്കി അങ്ങോട്ട് കൊടുത്താൽ മതി, അതേ നമുക്ക് ചെയ്യേണ്ട ആവശ്യം വന്നുള്ളൂ. ഇയാളാണെങ്കിൽ വരികൾക്കിടയിൽ വായിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് വൃത്തിയായിട്ട് നല്ല ബ്രില്യൻസ് ഉപയോഗിച്ച് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് യൂത്തിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യാൻ കിട്ടിയ നല്ലൊരു അവസരമാണത്. ഇത് ഞാൻ കഴിഞ്ഞു പോകുന്ന നേരത്തെ ഇദ്ദേഹത്തെ വിളിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇനിയും നമുക്ക് നാളെ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണത്. അത്രയും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവരുടെ. നമ്മളെ അതിൽ ആർട്ട് ചെയ്ത ആളുണ്ട്, ആർട്ട് ചെയ്ത ആൾ അത് എന്ത് മനോഹരമായിട്ടാണ് ഒരു വില്ലേജ് ഓഫീസിൻ്റെ സെറ്റൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് വന്ന് അത് നമ്മൾ കാണുന്ന എത്ര മനസ്സിലാവുള്ളൂ. അത്രയും നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ഇതാദ്യമായിട്ടുള്ളതാണ്, ഇവരുടെ ഫസ്റ്റ് വർക്കാണ്. എല്ലാം ത്തിലും ഇദ്ദേഹത്തിൻ്റെ കണ്ണെത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു നമുക്ക് കാണുമ്പോൾ. അതിൻ്റെ ഒരു അന്തരീക്ഷം, നമ്മൾ ഒരു മമ്മൂക്കാനോട് നിങ്ങൾ എങ്ങനെയാണ് കഥാപാത്രം ഉണ്ടാകുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്നു, ഏകദേശം നമുക്കൊരു ഊഹം ഉണ്ടാവും, നമ്മൾ ഷർട്ടൊക്കെ മാറ്റി ലൊക്കേഷനിലെത്തി ആ ഒരു സിറ്റുവേഷനിൽ ഒരു വേവും ചൂടൊക്കെ അങ്ങോട്ട് വരാണ്ട് കഥാപാത്രം താനെ വരും. അത് തന്നെയാണ് ഈ സെറ്റിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പുണ്ണിച്ചേട്ടൻ ചെയ്ത ക്യാരക്ടർ, ഈ മഹേന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ എല്ലാ ഉയർച്ച താഴ്ചയിലും ഓരോ മൊമെന്റിലും വന്നു പോകുന്നൊരു ക്യാരക്ടറാണ്. അപ്പം അത് കൂടുതലായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല സീൻസ് ഒന്നും. അപ്പം അതുകൊണ്ട് തന്നെ ചേട്ടൻ എത്ര നല്ല ആക്ടറാണെന്ന് എനിക്ക് അറിയാം. ചേട്ടൻ വന്ന് ഇത് എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നതെന്ന് എനിക്ക് ഒരു ക്യൂരിയസ് ആയിരുന്നു ഞാൻ. പക്ഷെ ഞാൻ ആക്ച്വലി പറയുന്നത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എനിക്ക് ഇതിനകത്തെ നമ്മൾ ഫ്ലോയിൽ കാണുമ്പോൾ, 6 എപ്പിസോഡും കാണുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് അപ്പുണ്ണിച്ചേട്ടൻ ചെയ്തിരിക്കുന്നത്. കാരണം എനിക്കത്, കാരണം മെയിൻ കഥാപാത്രത്തിൻ്റെ പുള്ളി ഹൈ ആയിട്ടിരിക്കുമ്പോഴും ഉണ്ടാവും, പുള്ളിയുടെ താഴ്ചയിലും വീഴ്ചയിലും ഈ ക്യാരക്ടർ വന്നിട്ട് പോവും, ഇതിൻ്റെ റെസൊല്യൂഷൻ ഭാഗത്ത് ഈ ക്യാരക്ടർ വരും. അങ്ങനെ എല്ലാ ഭാഗത്തും ഉള്ളൊരു കഥാപാത്രമാണ്. എന്താണ് അവത്തിന് ആക്ച്വലി നമ്മള് വാഴയിലൂടെയാണ് വേറെ ലെവലായി പോകുന്നത്. അതിനു മുമ്പും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വേഷങ്ങളിലെ സിനിമയിലൂടെയും അല്ലാതെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിൽ എന്താണ് വേഷം ചെയ്യുന്നത്? ഇതിൽ ആക്ച്വലി ഒരു ചെറിയ പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ക്യാരക്ടർ ഇതിന്റെ മുന്നോട്ടുള്ള സീരീസ് അടുത്ത പാർട്ടിലൊക്കെ വരും പറയുന്നുണ്ട്. പക്ഷെ അത് നല്ല രസമായിട്ടുള്ള ഒരു പരിപാടി. ഒരു ആവശ്യമായിട്ട് ഈ ഓഫീസിലോട്ട് വരുന്ന അവിടെ അപ്പോൾ വേറൊരു സിറ്റുവേഷൻ നടപ്പുണ്ട്. ആ സിറ്റുവേഷൻ എങ്ങനെ എന്നിലൂടെ അത് ഹാൻഡിൽ ആകുന്നു എന്ന് പറയുന്നതാണ് പരിപാടി. സ്മോൾ ക്യാരക്ടർ, കുഞ്ഞാണ്, പക്ഷെ ആ പരിപാടി ഭയങ്കര രസകരമാണ്. വെബ് സീരീസ് ആകുമ്പോൾ നമുക്ക് എഴുത്തിലും നമ്മളത് ചിന്തിക്കുമ്പോഴും നമുക്കൊരു വലിയ ഫ്രീഡം ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ കഥാപാത്രം ഇനി വീണ്ടും വരുമോ എന്നൊക്കെ. അപ്പൊ ഈ സീസണിലാവണമെന്ന് പോലും ഇല്ല. നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് അടുത്ത സീസണിന് വേണ്ടിയൊക്കെ ചിന്തിക്കാം. ഞാൻ അവനെ വിളിച്ചപ്പോൾ, ക്യാരക്ടറിന് വേണ്ടി വിളിച്ചപ്പോഴും പറഞ്ഞത് ഈ സീസണിൽ ഇത്ര ഉള്ളൂ, ഇതിന് കുറച്ച് ഇതേ ഉള്ളൂ, പക്ഷെ ഈ ക്യാരക്ടർ ഇനി വരാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണ്, നിനക്ക് ചെയ്യണോ എന്നാ ചോദിച്ചത്. രാഷ്ട്രീയക്കാരന് കുറെ വരാൻ സാധ്യത. ശ്രീകാന്ത് ഏട്ടൻ്റെ അടുത്ത് എന്താ ഞാൻ ചോദ്യം ചോദിക്കാം. വാഴ കഴിഞ്ഞപ്പോഴത്തേക്കും അമിത്തിന്റെ റേഞ്ചേ മാറി, അത് നമ്മൾ എല്ലാവരും അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പം സപ്പോസ് ഇപ്പോഴാണ് ജയമഹേന്ദ്രന് ക്യാരക്ടർ ഡിസൈഡ് ചെയ്യുന്നെങ്കിൽ ഈ ക്യാരക്ടറിന് കുറച്ചും കൂടെ ഒന്ന് ഈ സീസണിൽ അങ്ങ് കൊടുക്കുമായിരുന്നു ആ ഒരു ക്യാരക്ടർ സ്പേസ്. ഇപ്പോഴാണെങ്കിൽ ചിലപ്പോൾ ഇവനെ മഹേന്ദ്രനാക്കേണ്ടി വരും. റേഞ്ച് ഒക്കെ മാറിയത് കൊണ്ട് വിളിച്ചാൽ ചില ഫോൺ എടുക്കുകയല്ല. ഞാൻ ശ്രീകാന്ത് ഫ്രണ്ട്സ് ആണ്. അപ്പൊ എന്റെ സംബന്ധിച്ചുള്ള വാഴ അതൊന്നും ഫാക്ടർ അല്ല. ശ്രീകാന്ത് നാളെ ഒരു പരിപാടിക്ക് വിളിച്ചിട്ടാണ് അത് കുഞ്ഞാണെന്ന് പറഞ്ഞാൽ എനിക്കതിലൊരു വിഷയമാണ്. ഞാൻ ഓടിച്ചല്ലേ. നമ്മൾ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ്. ഞങ്ങളൊരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ ബന്ധമാണ്.
ഓക്കെ എല്ലാ പരിപാടി ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരു ഇൻസൈഡ് ഇൻഫർമേഷൻ ഞാൻ തരാം. ഈ സിനിമയുടെ റൈറ്റർ ആൻഡ് പ്രൊഡ്യൂസറാണ് നിങ്ങൾ നേരെ സൈചേട്ടന്റെ പുറകിൽ കാണുന്നത് അല്ലേ? അപ്പം അപ്പൊ രാഹുലേട്ടൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇതിലെ പ്രൊഡ്യൂസറുമാണ് റൈറ്ററുമാണ്. ചേട്ടൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടോ? യു ബീങ് ആൻ ആക്ടർ ഞാൻ ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ആ റോളിനെ പറ്റി ചോദിക്കാം. നിങ്ങളെ ചെറിയ പറയാനൊന്നുള്ള കാര്യമില്ല, ചെറിയ റോളാണ്. ചെറിയ റോളാണ്. രാഹുലേട്ടൻ ഇപ്പം ഒറ്റമുറി ഫസ്റ്റ് പടത്തിനകത്ത് ഒറ്റമുറി വിളിച്ചെന്ന സിനിമയിൽ സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ രാഹുലേട്ടൻ്റെ കൂടെ ത്രൂ ഔട്ട് ഇവിടെ എല്ലാ സിനിമയിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടറായി സ്റ്റാർട്ട് ചെയ്തു, അസോസിയേറ്റ് ആയി, പിന്നെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി. അപ്പം രാഹുലേട്ടൻ്റെ കമ്പനി ഫസ്റ്റ് പ്രിന്റ് സ്റ്റുഡിയോസും നമുക്ക് അത്രയും പേഴ്സണലി അറിയാവുന്നതും നമ്മൾ ഒരു ബ്രദർലി കണക്ഷനുള്ള ഒരാളുമാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ ഡയറക്ഷൻ ടീം. ഇപ്പോൾ രാഹുലേട്ടൻ ഡയറക്ടർ ആയിരിക്കുമ്പോൾ ഞാൻ ചീഫ് അസോസിയേറ്റ്, എൻ്റെ താഴെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നവർ ആണ്. ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പം ഒരാൾ മാറുമ്പോൾ അടുത്തയാൾ കയറി വരുന്ന പോലെയാണ്. പ്രൊമോഷൻ പോലെയാണ്. അപ്പൊ അന്ന് അസോസിയേറ്റ് ആയിരുന്ന ബൽരാജ് ആണ് ഇപ്പൊ ഇതിനകത്ത് ചീഫ് അസോസിയേറ്റ്. അങ്ങനെ മാറി മാറി വരുന്നു. ഭയങ്കര ഒരു ബ്രദർലി കണക്ഷൻ ഉണ്ട്. അപ്പൊ അതാണ് അപ്പിളിച്ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ എന്നുവെച്ചാൽ എല്ലാം ഇപ്പൊ ബാക്കി എല്ലാ ADസും 25-26 വയസ്സേ ഉള്ളൂ മാക്സിമം. എനിക്കാണ് പിന്നെയും കുറച്ചുകൂടെ പ്രായമുള്ളത്. അതാണ് ചേട്ടൻ പറഞ്ഞ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഒരു വൈബ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. സുഹാസിനി മാം വന്നപ്പോഴും ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ അതാണ്. മാം ഇത്രയും 40 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വരുന്നു, നമ്മുടെ സെറ്റ് വരുന്നു. നമ്മള് ഭയങ്കര സീരിയസ് ആയിട്ട്, നമ്മൾ സിനിമയെ സീരിയസ് ആയിട്ട്, മീഡിയത്തെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ വർക്കിംഗ് പ്രൊസീജിയർ ആരും മിണ്ടരുത് അങ്ങനെയൊന്നും അല്ല. നമ്മൾ തമാശയും പറഞ്ഞ എല്ലാം ആണ് ഇത് ചെയ്യുന്നത്. അതൊക്കെ മാമിന്റെ മുമ്പിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒന്നും കൂടെ മിണ്ടാതിരിക്കണോ, നമ്മൾ സീരിയസ് ആയിട്ട് അഭിനയിക്കണോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മാം വന്നപ്പോൾ വളരെ ഇതായിട്ട് നിങ്ങളുടെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. അതായത് ഇതിനകത്ത് കണ്ടപ്പോ സുഹാസിനി മാമോ എന്ന് നമുക്കൊരു സാധനം തോന്നി. ആൻഡ് ശരിക്കും ഇതിനകത്ത് കണ്ടിട്ട് നമ്മളിൽ കാണുന്ന ആ ഒരു പ്രിൻസിപ്പളിന്റെ ഒരു ലുക്ക്, ഞാനത് ഇവർക്കൊക്കെ എന്താ ഏജിങ് ലൈക്ക് ഫൈൻ വൈൻ പോലെ അല്ലേ, അതേപോലെ തന്നെ ഉണ്ട് ഇതിനകത്ത് കാണാനായിട്ട്. ഹൗ വാസ് ഷീ ഇൻ ദിസ് സെറ്റ്? എനിക്ക് അതാ അറിയാം. എന്റെ അസോസിയേറ്റ് ഡയറക്ടർ ബിബിൻ എന്ന് പറഞ്ഞ അസോസിയേറ്റ് ഉണ്ട്. അപ്പൊ അവൻ പറഞ്ഞു എനിക്ക് മാമിനെ കാണുമ്പോ മടി കിടന്ന് എന്റെ അത് പറഞ്ഞ പോലെ ഇത് നമുക്ക് എല്ലാം മാം ചെയ്ത എല്ലാ ക്യാരക്ടറും നമ്മുടെ മൈൻഡിലോട്ട് വരും. മോണിറ്ററിൽ ചേട്ടന് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മോണിറ്ററിൽ കാണുമ്പോഴത്തേക്കും നമുക്ക് ഞാനിത് ആരുടെ ആക്ഷൻ വിളിക്കാന്ന് ടെൻഷൻ അല്ല, നമുക്ക് ഇടയ്ക്ക് നമ്മൾ ചില ആദ്യത്തെ ദിവസം ടെൻഷൻ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം ടെൻഷൻ ഉണ്ടായപ്പോൾ മാം വന്നിട്ട് എന്നോട് ചോദിച്ചു, തലേദിവസം ചോദിച്ചു, മെസ്സേജ് അയച്ചു എത്ര മണിക്കാണ് വരേണ്ടത്, സെറ്റിൽ വരേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു മാം ഒരു 6 മണിക്ക് ഇറങ്ങി 6:30 ഇറങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ അല്ലല്ല, ഇറങ്ങുന്ന ടൈം നിങ്ങൾ ചിന്തിക്കേണ്ട, എപ്പോഴാണ് സെറ്റിൽ റെഡി ആയിട്ട് ഫസ്റ്റ് ഷോട്ട് വേണ്ടത്. അപ്പം ഞാൻ 8 മണി എന്ന് പറഞ്ഞു. അപ്പം മാം നിങ്ങൾ അത് മാത്രം അറിഞ്ഞാൽ മതി, ഡയറക്ടർ അത് മാത്രം അറിഞ്ഞാൽ മതി, എന്തിനാണ് നിങ്ങൾ അത് ടെൻഷൻ അടിക്കുന്നത്, ഞാൻ എപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങും, ഞാൻ എപ്പം വരും, ഞാൻ എപ്പം ഡ്രസ്സ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ അറിയണ്ട. അതൊരു ഞാൻ പറഞ്ഞത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി നമ്മള് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി പറയുകയാണ്. അവര് പക്കയാണ്, ടെൻഷൻ അടിക്കേണ്ട. ഞാൻ വരും, ഞാൻ വന്നിട്ട് ബൽരാജ് നമ്മുടെ അസോസിയേറ്റിന്റെ അടുത്തുനിന്ന് സ്ക്രിപ്റ്റ് മേടിക്കും, സീൻ മേടിക്കും, എന്നിട്ട് ഇരുന്ന് തമിഴിൽ എഴുതും ഡയലോഗ്സ്. തമിഴിൽ ഇരുന്ന് എഴുതിയിട്ട് റിപ്പീറ്റഡ്ലി ഇരുന്ന് ക്യാരവനിൽ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക ഫസ്റ്റ് ഷോട്ടിന് മുമ്പ് ഇത് ആവാൻ വേണ്ടി. നമ്മളൊരു ഡയലോഗ് 1-2 ഡയലോഗ് ആഡ് ചെയ്താൽ മാം ഒരു 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മാം മാറി നിന്നിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരാളെ പോലെ മാറി നിന്നിട്ട് ഇതിങ്ങനെ പഠിക്കുക, സ്വയം പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുക. ഡെഡിക്കേഷൻ. അത് നമ്മൾ ഹമ്പിൾ ആവുന്ന ഇതൊക്കെയാണ്. നമ്മൾ 1-2 സിനിമയിൽ AD ആയിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് സിനിമയെല്ലാം അറിയാം എന്നൊരു ചിന്തയാണല്ലോ. പക്ഷേ 40 കൊല്ലമായിട്ട് ഇത് A to Z അറിയാവുന്ന ഒരാൾ ഇത്രയും ഹമ്പിളായിട്ടാണ് ഇതിനെ ഡീൽ ചെയ്യുന്നത്, ഇത്രയും റെസ്പെക്ട്ഫുള്ളിയാണ് ഇത് ഡീൽ ചെയ്യുന്നത്. ചേട്ടനപ്പം മറ്റേ റീടേക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ നേരം ബീങ് ഓണസ്റ്റ് ഒരു മടി ഉണ്ടായിരുന്നു. നമ്മൾ ജന്മനാ ഉള്ള മണ്ടത്തരം കൊണ്ട് ഞാൻ ഇങ്ങനെ പോയി റീടേക്ക് പറയും. റീടേക്ക് പറഞ്ഞിട്ട് റീടേക്ക് പോയി പറഞ്ഞു മാം ഇതല്ല, എനിക്ക് കുറച്ചും കൂടി അത് വേണം ഇത് വേണം എന്നൊക്കെ ചുമ്മാ എന്തെങ്കിലും മണ്ടത്തരങ്ങളൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് തിരിച്ച് വന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കും, ഞാൻ ആരോടെ ഇപ്പൊ പറഞ്ഞത്. പക്ഷെ നിങ്ങളും അതിലാണ്. അതെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി എന്തൊക്കെ ചെയ്യുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടാണ്. ഒരു 4-5 ഡയലോഗ് ഉള്ളൊരു ഷോട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഓക്കെ ആണെന്ന് തന്നെ മാം പറയാം, എനിക്ക് 3rd ഡയലോഗിൽ ഒരു പോസ് വേണമായിരുന്നു, അത് ഞാൻ വിട്ടുപോയി, ഒന്നും കൂടെ പോകാവോ എന്ന് അങ്ങനെ ഓർത്ത് വെച്ച് അത് ഞാൻ പറയില്ല, ക്യാരവനിലെ റൂമിൽ വരുന്ന തലേദിവസം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെയും റിഹേഴ്സൽസ് ചെയ്യുന്നതിൻ്റെയും ഒരു ഇതാണ്. മാം അത് ഓർത്ത് വെച്ച് ഒന്നും കൂടെ പോകാവോ. അപ്പം നമ്മളോടൊക്കെ ചോദിക്കുന്നത്, നമ്മൾ സെറ്റിൽ വന്നാൽ നമ്മളെ സാർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതൊക്കെ നമുക്ക് പേര് വിളിച്ചാൽ മതി. ഇല്ല, ഭയങ്കര
അല്ല നമ്മൾ കൊടുക്കേണ്ട പൊസിഷനിൽ പ്രൊഫഷണലി ഞാനിപ്പോൾ നമ്മൾ എത്ര സീനിയർ ആയതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ കസേരയിൽ നിന്ന് മോണിറ്ററിന്റെ ഫ്രണ്ടിൽ നിന്ന് പോയി അവിടെ പറയുമ്പോഴത്തേക്കും ഞാൻ പറയും നിങ്ങൾ എന്തിനാ വരുന്നത് അസിസ്റ്റന്റ് ഡയറക്ടറോട് പറഞ്ഞാൽ മതിയല്ലോ, അവർ വന്ന് പറഞ്ഞാൽ പോരെ, കുഴപ്പമില്ല. അയ്യോടാ നൈസ്. ഓക്കെ, സോ ജയമഹേന്ദ്രന്റെ മറ്റൊരു വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ കാസ്റ്റ് ആണ്. ആസ് യു കെൻ സി സായി ചേട്ടനുണ്ട്, സുഹാസിനി മാം ഉണ്ട്, അമിത് ഉണ്ട്, മിയ ചേച്ചി ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുടെ ഒക്കെ ഒപ്പം ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ തന്നെ ഇരുന്ന് ഇതിന്റെ ട്രെയിലർ കണ്ടു. ഞാൻ ഒരാളെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആരെയായിരിക്കും? ഇപ്പൊ ഞങ്ങൾ ഓൺലൈൻ മീഡിയക്കാരൊക്കെ കാത്തിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഇതിനകത്തുണ്ട്. നിങ്ങളുടെ പറയാ ആൻസർ കേക്കട്ടെ. കൺവിൻസിങ് സ്റ്റാർ സുരേഷ് ചേട്ടൻ ഇപ്പൊ ഷൂട്ടിന്റെ തിരക്കിലാണ്. ഞാൻ ഇതിനു വേണ്ടി ഞാൻ ഇങ്ങനെ പ്രൊമോഷൻ ഉണ്ടെന്ന് ഞാൻ പറയാൻ വേണ്ടി വിളിച്ചപ്പോ എന്നെ കൺവിൻസ് ചെയ്ത് കളഞ്ഞു. നൈറ്റ് ഷൂട്ടാണ്, എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ എന്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്ക് പറ്റത്തില്ലടാ, പുള്ളി ഭയങ്കര നൈറ്റ് ഒന്ന് ഷൂട്ട് ഉറക്കമില്ലാതെ കഷ്ടപ്പെടുവാണ്. പുള്ളി നിന്നെ കൺവിൻസ് ചെയ്തു. അപ്പൊ ഞാൻ അത് ശരിയാണല്ലോ, കൺവിൻസ് ചെയ്ത് കളഞ്ഞല്ലേ. ഞാൻ 3 തവണ ട്രൈ ചെയ്തു എങ്ങനെയും ഒരു കൊണ്ടുവരാൻ. പക്ഷെ ഭയങ്കര ഒന്ന് വിളിക്കാൻ പറ്റും അദ്ദേഹത്തെ, ഒന്ന് തിരക്കിലായിരിക്കും. ആക്ച്വലി നൈറ്റ് ഷൂട്ട് ആയതുകൊണ്ട് രാവിലെ മൊത്തം ഉറക്കാണെന്ന് പറഞ്ഞു. 6 മണി വരെ ഉറക്കമാണ്. നമ്മളിപ്പം വിളിച്ചാൽ ശല്യമായിരിക്കും. രാഹുൽ എഴുത്ത് പോലെ തന്നെ അഭിനയം നല്ല രസമാണ്. നമ്മളെ രാഹുലല്ലേ, ഞാൻ അദ്ദേഹത്തിനോട് എന്റെ കൂടെ അഭിനയിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഇത്രയും ലൈവായിട്ടാണ് അഭിനയിക്കുന്നത്. നല്ല രസാ, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കാസ്റ്റ് മാത്രമല്ല ഞാൻ പറയുമ്പം ക്രൂ, ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, ഇത് നമ്മുടെ ഒരു ഡ്രീം ഇത് ഉണ്ടായി വരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവർ അവർ ഭയങ്കര സീനിയേഴ്സ് ആണ്. നമ്മുടെ എൻ്റെ സിനിമാറ്റോഗ്രാഫർ പ്രശാന്ത് രവീന്ദ്രൻ, എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ പ്രതാപ്, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് 10-15 വർഷങ്ങളായിട്ട് സിനിമയിലുള്ളവരാണ്. പ്രശാന്ത് ഏട്ടൻ എന്ന് വെച്ചാൽ രക്ഷാധികാരി ബൈജു ഒക്കെയാണ് സിബി മലൽ സാറിൻ്റെ ഒക്കെ സിനിമയുടെ സിനിമാറ്റോഗ്രാഫറാണ്. പ്രശാന്ത് ഏട്ടനൊക്കെ വന്നിട്ട് എന്താ ചെയ്യണ്ടേ പറഞ്ഞു. നമ്മൾ മറ്റേ സിനിമയ്ക്ക് അത് ശ്രീനിവാസൻ സാർ പറയുന്നാല് ഞാൻ എന്താ ഇപ്പം പറയണ്ടേന്ന് പറഞ്ഞിരിക്കും. പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ ആ ഒരു സ്പിരിറ്റോടെ എടുക്കുക, വിഷന്റെ കൂടെ നിൽക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. കാസ്റ്റ് മാത്രമല്ല ക്രൂവിന്റെ കാര്യം കൂടെ പറയാണ്. യെസ്, ഓൾറൈറ്റ്. അപ്പം അമിതേ, വാട്ട്സ് ഹാപ്പനിങ് ഇൻ ലൈഫ് ലേറ്റ്ലി? പറയൂ, എവരിബഡി വാണ്ട് ടു ഹിയർ ഫ്രം യു. വാഴ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആക്ച്വലി തിയേറ്ററിൽ പോയി കണ്ടപ്പം എനിക്ക് ഭയങ്കര കണ്ണ് നിറഞ്ഞ സീനായിരുന്നു. ഒന്ന് വീട്ടില് സീനാകുന്ന സീൻ, ആൻഡ് അതേപോലെ തന്നെ സിജുവിന്റെ സീനും. പക്ഷെ ഇത് OTT-യിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ മിസ്ഹാപ്സ് അല്ലേ, പീപ്പിൾ ആർ ത്രോയിങ് എ ലോട്ട് ഓഫ് കോമെന്റ്സ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റും ചെയ്യുന്നുണ്ട്. അപ്പം ആസ് യുവർ ഡിയർ ഫ്രണ്ട്, ഞാൻ അമിത്തിന്റെ പോസ്റ്റ് കണ്ടിരുന്നു. എനിക്ക് ഭയങ്കര മറ്റേ ടൺ കണക്കിന് ഫൺ ഓൺ എയർ എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റ് നെഗറ്റീവ് കമന്റ്സിനെ റിയാക്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആസ് യുവർ ഡിയർ ഫ്രണ്ട് ഐ വോണ്ട് ആസ്ക് യു, ശരിക്കും എപ്പോഴും വിഷമമുണ്ടായിരുന്നോ ഈ കമന്റ്സ് ഒക്കെ വന്നപ്പോൾ? ഇല്ല, ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത്. ഞാൻ FB-യിൽ അങ്ങനെ ആക്റ്റീവ് അല്ല. അപ്പൊ എനിക്ക് റാൻഡംലി ബാക്കിയുള്ള എന്റെ ഫ്രണ്ട്സ് മെസ്സേജ്, എയർലാൻഡ് എയർലാ എന്ത് പറ്റി ആ സീൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ സ്ക്രീൻഷോട്ട്സ് സാധനങ്ങളെല്ലാം തരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് കണ്ടു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ മനസ്സിൽ എത്രയും ചിന്തിച്ചോളൂ. നമ്മളിത് ഇഷ്ടപ്പെട്ടു എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ അവർക്ക് 100% റൈറ്റ്സ് ഉണ്ട് അതിൻ്റെ. അപ്പൊ അതത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചത് ഓക്കെ, ഇനി അടുത്തൊരു പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് അവരെയും കൂടി ഇഷ്ടപ്പെടുത്തണം, അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത്. കാര്യം അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. അതിപ്പോ കീറി മുറിക്കലോ അതൊന്നും അല്ല. നമ്മള് ഇപ്പൊ ഞാനാണെങ്കിലും പേഴ്സണലി നമുക്ക് ഓരോ സാധനങ്ങൾ കാണുമ്പോൾ നമുക്കും ഇഷ്ടം തോന്നാം, ഇഷ്ടം തോന്നാതിരിക്കും. അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് സാധനങ്ങൾ. പിന്നെ ഈ പറയുന്നത് തെറിവിളി സാധനങ്ങൾ അതെനിക്ക് എന്തിനാണെന്ന് അറിയില്ല, അത് കുഴപ്പമില്ല. അതൊന്നും നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനും കാര്യമില്ല. ചിലർ അങ്ങനെ അയക്കാൻ പ്രകടിപ്പിക്കുന്നത് അല്ല, അതൊക്കെ അധികം ഫേക്ക് അക്കൗണ്ട്സ് എന്നാണ്. അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഹേറ്റ് അത്ര ഒരു ഇതിൽ വരുള്ളൂ. അല്ല, എന്നാ പോലും ഞാൻ പറഞ്ഞ ഓരോരുത്തരും ഓരോ രീതിയാണ്. ഇതിന്റെ അകത്ത് വേറെ നെഗറ്റീവ് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല. ഹെൽത്തി ക്രിറ്റിസിസംസ് എന്നും എടുക്കാം. നമ്മൾ അതിനുവേണ്ടി നമ്മളെ പണിയും ഇതാണ്. അപ്പൊ അത് ചിലപ്പോ കേൾക്കും, പാർട്ട് ആൻഡ് പാർസൽ. നമ്മളത് കേൾക്കുക, നമ്മൾ അതിന്റെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മനസ്സിലാക്കുക. അല്ല, 70% ആൾക്കാരും പറയുന്നത് ഈ ഒരു സംഭവത്തിലൂടെ കടന്നുപോയ ആൾക്കാർ, ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഒരിക്കലും ഇതിനെ ട്രോൾ ചെയ്യത്തില്ലെന്നാണ്. ഐ കുഡ് റിലേറ്റ്. അല്ല, പക്ഷെ വേറൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഈ പറയണം ഇത്രയും ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇവർ പറഞ്ഞത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്രയും ഇഷ്ടപ്പെട്ടില്ല എന്ന് അവർ പറഞ്ഞത് കൊണ്ടാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത്രയും മുന്നോട്ട് വന്ന് അതിനെ സപ്പോർട്ട് ചെയ്തത്. അത് എനിക്ക് പേഴ്സണലി വരുന്ന മെസ്സേജസ് ആയാലും അവർ ബാക്കിയുള്ളടത്ത് ഷെയർ ചെയ്യുന്നതായാലും അതെല്ലാം എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഇത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് അയക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓക്കെ, നമുക്ക് വേണ്ടിയും സംസാരിക്കും, ഇഷ്ടപ്പെട്ടവരും ഉണ്ട് അതിൻ്റെ അകത്ത്.
അതൊരു ബാലൻസ് ആണ്. ഓക്കെ, Okay. അതില് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കമന്റ് എന്റെ സ്വന്തം സൗരയൂഥം സ്റ്റാറായ സിജു സാറിന്, എടാ OTT-ൽ ഇത്ര നന്നായി അഭിനയിക്കണ്ടടാ അല്ലെ, അങ്ങനെ കമന്റ് ഉണ്ട്. നന്നായിട്ട് അഭിനയിക്കണ്ടേടാ. അയ്യോ, അത് ഭയങ്കര ഒരുപാട് പേര് അതിനെ റിയാക്ട് ചെയ്തു. പുള്ളി മൊത്തത്തിൽ ഇങ്ങനെ ഒരു സർക്കാസ്റ്റിക് വൈബ് എല്ലാ മൂടാണ് സിജു, കുറച്ച് കൂടുതൽ ആ മൂടാണ്. അല്ല, എന്താ നിങ്ങളുടെ വാഴ 2 കൃഷിയൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. അത് ഇനിയിപ്പോ എനിക്ക് താമസിയാതെ, എനിക്കിത് ഡിസംബർ ജാനിലൊക്കെ ആണെന്ന് തോന്നുന്നു പരിപാടികൾ നടക്കുന്നുണ്ട്. ആണല്ലോ, അപ്പൊ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം മറ്റൊരു വമ്പൻ ഹിറ്റ്. പരിപാടികൾ എന്തായാലും റൈറ്റിംഗ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വന്നാലേ നമുക്ക് കാര്യമുള്ളൂ. എല്ലാ 2-ലും ഞാനുണ്ട്. ജയമഹേന്ദ്രൻ 2 വരുന്നത്. ജയമഹേന്ദ്രൻ 2 നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്? വെബ് സീരീസ് ആയതുകൊണ്ട് നമ്മൾ ഇതിന്റെ തുടക്കം മുതലേ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ തൊട്ടേ നമ്മൾ ആലോചനയിൽ ഇതുണ്ട്. ഇത് എങ്ങോട്ടൊക്കെ ഈ ക്യാരക്ടറിന് പോവാം, മഹേന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയൊക്കെ വളരാം, ഇതിന്റെ ചുറ്റുപാട് നിൽക്കുന്ന ഈ കഥാപരിസരത എങ്ങോട്ടൊക്കെ പറിച്ചു നടാം എന്നുള്ളത് നമ്മുടെ ചിന്തയിലുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു കഥ പിച്ച് ചെയ്യുമ്പം സോണി ലിവ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഇത് ആലോചിക്കും. ഇത് നമ്മളൊരു ഒരു സീസണും കൊണ്ട് തീരുന്ന കഥയാണോ, ഇത് പിന്നെയും ഇതിന് സക്സസ്ഫുൾ ആണെങ്കിൽ ഇതിന് കൂടുതൽ അടുത്ത എപ്പിസോഡ്സ് അടുത്ത സീസൺസ് വരുമോ എന്നുള്ളത് അവർ ചിന്തിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മൾ കഥ പിച്ച് ചെയ്തപ്പോൾ അവർ വളരെ എക്സൈറ്റഡ് ആയൊരു ഫാക്ടർ ഇതാണ്. ഒരു താലൂക്ക് ഓഫീസ് നടക്കുന്ന ഒരു സംഭവമാണ്. ഈ മഹേന്ദ്രൻ എന്ന ക്യാരക്ടറിന് പല ഷെയ്ഡ്സും ഉണ്ട്. അതിനകത്ത് വന്നു പോകുന്നു. ഇപ്പം അപ്പിടിച്ചാണ്ട പോലത്തെ ക്യാരക്ടർ ആണെങ്കിലും, അവൻ ചെയ്ത ക്യാരക്ടർ ആണെങ്കിലും, മിയയുടെ ക്യാരക്ടറൊക്കെ ആണെങ്കിലും, ഇതിനൊക്കെ ഒരു ഗ്രോത്ത് ആർക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ആണ്. എല്ലാ വിഷയങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി സംഭവിക്കുന്ന മെറ്റീരിയൽ തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അതെ, എല്ലാ ദിവസവും പത്രം വായിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എടുക്കാനും. യെസ്, അപ്പം നമുക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി അവർ പ്ലാറ്റ്ഫോമിന്റെ സൈഡിൽ നിന്ന് കണ്ട് നമ്മളോട് പറയുകയും ചെയ്തു. അവർ അതുകൊണ്ടാണ് എക്സൈറ്റഡ് ആകുന്നതെന്ന്. നമ്മൾ പിന്നെ ഇതിന്റെ പ്രീ പ്രൊഡക്ഷനിലും റൈറ്റിംഗിലും ഷൂട്ടിങ്ങിലും എല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇങ്ങനെ തമാശയ്ക്ക് പോലും പറയും, അമിത്തിന്റെ ആണ്, ഇവനെ നമുക്ക് മറ്റേ സീനിൽ കൊണ്ടുവന്നാലും വേണ്ട, ഇപ്പം വേണ്ട, പിന്നെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ രണ്ടാമത്തിനെ കുറിച്ച് നമ്മളിപ്പോ അവിടുന്ന് ചർച്ച ചെയ്തു. ഞങ്ങള് സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു. സെക്കൻഡ് സീസണിന്റെ സ്ക്രിപ്റ്റ് എഴുതി നമ്മൾ സോണി ലിവിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റിന്റെ റെസ്പോൺസ് അറിയണം, നല്ല റെസ്പോൺസ് ആയിട്ട്. പക്ഷെ അതിനെക്കാട്ടിലും നന്നായിട്ട് വന്നിട്ടുണ്ട് വായിച്ചപ്പം. രണ്ടാമത്തേന്ന് അറിഞ്ഞു. സെക്കൻഡ് സീസൺ സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ സോണിയുടെ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള എല്ലാവരും വളരെ ഹാപ്പിയാണ്. അവർക്ക് ഇത് ചെയ്യണം എന്നുള്ളത് അങ്ങനെ വരണം എന്നാണ് ഞാനും പറയാം. കാരണം നമ്മളെ മലയാളികൾക്കും വേണ്ടേ സീരീസ് 1 സീസൺ 2 വേണ്ടേ? മണി ഹേസ്റ്റ് ഒക്കെ മാത്രം മതിയോ? അല്ലേ, നമുക്കും വേണം. എനിക്ക് തോന്നുന്നു അതൊരു സീസൺ 2 സംഭവിക്കാനായിട്ടുള്ള ഒരു മെയിൻ റീസൺ ഇതിലെ കാസ്റ്റ് ഒക്കെ തന്നെയായിരിക്കും. അതായത് സൈജു ചേട്ടന് ഞാൻ എപ്പോൾ സൈജു ചേട്ടനെ കണ്ടാലും പറയും, ഇന്നത്തെ ഇന്റർവ്യൂവിൽ ഞാൻ തന്നെ പറയും കേട്ടോ. അതായത് സൈജു ചേട്ടനെ സാധാരണക്കാരനായിട്ട് കാണുമ്പോൾ ഭയങ്കര റിലേറ്റബിളാ. ഇദ്ദേഹത്തെ എനിക്ക് അറിയാലോ. സത്യത്തിൽ ഇതിപ്പോ 2 സീസൺ 2 സംഭവിക്കുകയാണെങ്കിൽ ഞാൻ കാണുന്ന ഒരു സംഭവം എന്റെ അനുഭവം വെച്ച് പറയുമ്പോൾ ഒരു പറ്റം ചെറുപ്പക്കാരുടെ അക്ഷീണമായ പ്രയത്നം തന്നെയായിരിക്കും സീസൺ 2 സംഭവിക്കുകയാണെങ്കിൽ. അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണത്. കാരണം ആക്ടേഴ്സിനെക്കാട്ടിലും ഇവര് ഭയങ്കരമായിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. താലൂക്ക് ഓഫീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇപ്പം ഒരിക്കലും നമുക്കൊരു താലൂക്ക് ഓഫീസ് മാത്രമായി ബന്ധപ്പെടുത്തിയ ഒരു സിനിമ ഒരേ ലൊക്കേഷൻ നമ്മൾ ആലോചിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇത് സീരീസ് ആകുമ്പം നമുക്ക് ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ജേണിയിൽ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ നമുക്ക് വീണ്ടും വരുന്നതിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. അപ്പം ഈ ഒരു ലൊക്കേഷൻ നമുക്ക് താലൂക്ക് ഓഫീസും ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കുറച്ച് റിസർച്ച് വേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ ടീം അത് പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ പറ്റാവുന്ന അത്രയും താലൂക്ക് ഓഫീസ് ജീവനക്കാരുമായി സംസാരിക്കുകയും അവരെ ഫോൺ വിളിക്കുകയും ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ നടക്കുമോ, ഇങ്ങനെ സംഭവിക്കുമോ, ഈ ഫയലിന് എന്താ പറയുന്നത്, നിങ്ങളെന്താ നോർമൽ ഭാഷയിൽ എന്തായിരിക്കും സംസാരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ സ്ക്രിപ്റ്റിൽ ഡയലോഗ്സ് ആയിട്ടൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു എഫേർട്ട് എൻ്റെ ഡയറക്ഷൻ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ ചേട്ടാ, നൗ ഐ വാണ്ട് ആസ്ക് യു സംതിങ് എൽസ്. ഇതിനകത്ത് ടൈറ്റിൽ മഹേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് സൈജു ചേട്ടനാണ്. പക്ഷേ എൻ്റെ മനസ്സ് പറയണു, വെറുതെ ഒന്നും സുഹാസിനി മണിരത്നത്തെ പോലൊരു ആക്ടറിനെ നിങ്ങൾ മലയാളത്തിൽ അങ്ങനെ ഒരു വെബ് സീരീസിൽ കൊണ്ടുവരില്ല. ശോഭകുമാരിക്ക് ഇതിൽ എന്തോ കാര്യമായ ഒരു പങ്ക് ഉണ്ട്, ഒരു പിവറ്റൽ റോൾ. ഉറപ്പായും അത് കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ വെറുതെ സുഹാസിനി മാമിനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ്, അത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ വിളിച്ച് ചെറിയ റോളിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ക്യാരക്ടറിനൊരു ഫീമെയിൽ ആവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം അതും കൊണ്ട് പിന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇംപ്രഷനുള്ള ഒരു വുമൺ വേണം.
അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സുഹാസിനി മാമിലേക്ക് കാസ്റ്റ് ഫൈനലൈസ് ചെയ്യാനുള്ള റീസണും. എസ്പെഷ്യലി ചേട്ടന്റെ ചിരി എന്നോട് പറയുന്നു ആ ക്യാരക്ടർ എന്തൊക്കെയോ ഇപ്പൊ ഒന്ന് പിടിക്കുന്നു, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നു പറയുന്നത്. സൈജു ചേട്ടൻ ചെയ്ത മഹേന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് കുറച്ച് ഐഡിയോളജീസ് ഉണ്ട്. അതിന്റെ 180 ഡിഗ്രി ഓപ്പോസിറ്റ് ഉള്ള ഒരാളാണ് സുഹാസിനി മാമിന്റെ ശോഭാകുമാരി. അപ്പം ആന്റഗോണിസ്റ്റ് ആണോ? അത് കാണുമ്പോൾ വില്ലത്തെയാണോ ചോദിച്ചതാ? അപ്പൊ എന്തായാലും മഹേന്ദ്രന്റെ ലൈഫ് ഈസി ആവുന്നില്ല പുള്ളിക്കാരി ഉള്ളത് കൊണ്ട്. ഓ, അത്ര ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ഒക്ടോബർ 11 തൊട്ടിട്ട് സോണി ലൈവിൽ കാണാം. എനിവേ, ഇദ്ദേഹത്തെ നമ്മളെല്ലാവരും ഒന്ന് റീവൈൻഡ് അടിക്കുകയാണെങ്കിൽ ഈ ഒരു മുഖം നമുക്ക് ഓർമ്മ വരും. ഏതാ സിനിമ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ബെൻ ജോൺസൺ. മണിച്ചേട്ടന്റെ ബാല്യകാലം ചെയ്ത ആളാണ് ഈ ഇരിക്കുന്നത്. സിനിമയായിട്ട് അന്നോട്ടേ ഉള്ള ഒരു ബന്ധം. 2005 ആ ഒരു സമയമുള്ള സിനിമയല്ലേ? അതെ, 2005 ആ സമയത്ത്, 2005-6 ഞാൻ UKG പഠിക്കുക. ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. സോന സോന നീ 1-ാം നമ്പർ അതില്. അവൻ പറയൂ സിനിമയായിട്ടുള്ള ഒരു ബന്ധം അപ്പൊ തൊട്ടേ ഉള്ളതാണ്. ചൈൽഡായിട്ട് ഞാൻ 4 വയസ്സ് തൊട്ട് ഒരു 10-14 വയസ്സ് വരെ അഭിനയിച്ചാണ് നടന്നത്. ഈ ബെൻ ജോൺസൺ, ആണ്ടവൻ, കഥ പറയും തിരുവോരം, ഒളിവർ ട്വിസ്റ്റ്, അങ്ങനെ ഒരു 3-4 സിനിമ അന്ന് ചെയ്തിട്ടുണ്ട്. 10-25 സീരിയലും ചെയ്തിട്ടുണ്ട്. പിന്നെ പക്ഷെ എനിക്ക് അത് കഴിഞ്ഞ് മേക്കിംഗ് ആയിരുന്നു ഇൻട്രസ്റ്റ്. അങ്ങനെ ഞാനൊരു 10 years മേക്കിങ്ങിലായിരുന്നു. ഞാൻ സന്തോഷ് സാറിന്റെ ഐഡിയ ആയിരുന്നു. ഞാൻ ജാക്കാഞ്ചിലി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്ത മനോരഥങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആമസോണിലെ ഒരു വർക്ക്, അതെനിക്ക് പക്ഷേ 6 months. മനോരഥങ്ങളിൽ മറ്റേ അഭയം തേടി എന്നുള്ള സന്തോഷം സാറിന്റെ അത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓളം തീരത്തിലും ഞാൻ അതിൽ തന്നെ വിൽപ്പനയും 2 വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്നത് അത് ചെയ്ത് നടക്കുകയായിരുന്നു. പിന്നെ ഏതോ ഒരു പോയിന്റിൽ വീണ്ടും ഇവരൊക്കെ വിളിച്ച് അഭിനയിക്കാൻ അവസരം തന്നപ്പോ വീണ്ടും അഭിനയിച്ച് നടക്കുകയാണ്. ഇപ്പൊ ഞാൻ ചെറിയൊരു സ്റ്റാറായി വാഴ കഴിഞ്ഞപ്പോൾ റൈറ്ററും കൂടിയാണ് അമിത്. പരിപാടികളൊക്കെ ചെയ്യണം. അല്ല, അപ്പൊ 4 വയസ്സിലാണ് ആദ്യമായിട്ട് സ്ക്രീനിന്റെ ഫ്രണ്ടിൽ വരുന്നത്. ഈ സിനിമയാണ് എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആണ്. സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരാളാണ് അമിത്. അപ്പം എപ്പോഴാണ് ഇത് ആ ഒരു ലെവലിലേക്ക് മാറിയത്? അതായത് 4 വയസ്സ് പറയുമ്പോൾ ഒന്നും അറിയില്ലല്ലോ. പണ്ട് കൊച്ചിലെ നമുക്ക് എന്ത് വന്നാലും ഡെഫിനറ്റ്ലി നമ്മളെ വീട്ടുകാർ കൊണ്ടുപോകുന്നതാണ്. എനിക്കൊന്ന് നമ്മൾ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്ന സമയത്തെല്ലാം വീട്ടുകാർ കൊണ്ടുപോകുന്നതാണ്. നമ്മൾ എവിടെയോ ചെല്ലുന്നു, കുറെ ആൾക്കാർ എന്തൊക്കെയോ ചുറ്റും പറയും, നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. പക്ഷെ നമ്മളൊരു 19 വയസ്സിൽ മറ്റത് നമുക്ക് മേക്കിങ്ങിലോട്ട് പോകണം എന്ന് ഡിസൈഡ് ചെയ്തോട്ട് നമുക്ക് സിനിമ നമുക്ക് ഭയങ്കര കാര്യം. മേ ബി പണ്ടും നമ്മൾ ഈ ചുറ്റുപാടിൽ ഒത്തിരി നിന്നതുകൊണ്ടായിരിക്കാം ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ഇതുപോലെ ക്യാമറയുടെ ഫ്രണ്ടിലോ ബാക്കിലോ എനിക്ക് ഇതുമായിട്ട് ചുറ്റിപ്പെട്ട്. അതിപ്പോ ബാക്ക് എൻഡ് ആണെങ്കിലും എനിക്ക് പ്രശ്നമല്ല. എന്റെ ബാക്കിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്, ഫ്രണ്ടിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അമിതിന്റെ വീട്ടിൽ ആരെങ്കിലും അസോസിയേറ്റഡ് വിത്ത് മൂവീസ്? ആരുമില്ല. അച്ഛൻ സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ അവര് കൊണ്ടു നടന്ന് അത് ആ ഇഷ്ടം പയ്യെ എന്നിലും വളർന്നതാണ് എനിക്ക് തോന്നുന്നത്. അച്ഛനമ്മ എന്ത് പറയണോ? അച്ഛൻ മരിച്ചുപോയി 2009. അത് കുഴപ്പമില്ല. പിന്നെ അമ്മ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഓരോ സ്റ്റേജിലും നമ്മൾ ഓരോ ഇങ്ങനെ ചെയ്താണ് വന്ന്. ആദ്യകാലങ്ങളിൽ ഭയങ്കര ഉത്കണ്ഠ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ചെയ്യണ്ട എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ അതിനോട് പോകരുത്, നിനക്ക് ഇഷ്ടമുള്ള കാര്യം നീ ഉറപ്പായിട്ട് ശ്രമിച്ചു നോക്കുന്നത് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ വാഴയിലൊക്കെ കണ്ടിരുന്ന പാരന്റ്സിനെയും നേരെ വിപരീതമായിട്ടുള്ള പാരന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ? അപ്പൊ എന്തായാലും അച്ഛനിപ്പം ഹെവനിൽ ഇരുന്ന് ഇങ്ങനെ 2 കൈയും വെച്ച് അനുഗ്രഹിക്കുന്നുണ്ടാകും, സന്തോഷിക്കുന്നുണ്ടാവും ഈ ഒരു ഗ്രോത്ത് കണ്ടിട്ട്. അമ്മയും അതേപോലെ തന്നെ അല്ലെ, ഒപ്പം ഇരുന്ന് അല്ലെ തിയേറ്ററിൽ ഇരുന്ന് പടമൊക്കെ കണ്ട. എന്തായിരുന്നു അമ്മയുടെ ഒരു ഇൻസ്റ്റന്റ് റിയാക്ഷൻ? ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളിക്കാരിയുടേതായ ഇമോഷണൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അല്ലേ? അപ്പം എന്തായാലും ജയമഹേന്ദ്രയ്ക്ക് ഓൾ ദി വെരി ബെസ്റ്റ് ഞാൻ പറയാണ്. സോണി ലൈവില് ഒക്ടോബർ 11 തൊട്ട് സ്ട്രീം ചെയ്യുന്നതായിരിക്കും. സോണി ലിവിൽ ആദ്യത്തെ മലയാളം, സോണി ലിവ് പോലത്തെ പ്ലാറ്റ്ഫോം മലയാളത്തിൽ ആദ്യമായിട്ട് വരികയാണ്. 6 എപ്പിസോഡ്, അരമണിക്കൂർ വീതേ ഉള്ളൂ. വളരെ നമുക്ക് ഫാമിലി ആയിട്ടിരുന്ന് ചായ കുടിച്ചൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഇരുന്ന് കാണാവുന്ന ഒരു സീരീസ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ കാണണം, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതേപോലെ നമ്മള് സുഹാസിനി മേഡായിട്ടുള്ള ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഈ യൂത്തിന്റെ കൂടെയുള്ള ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ വളരെ എക്സൈറ്റ് ആയി നിൽക്കുന്ന ഒരു പരമ്പരയാണ് ഇത്. എന്തായാലും നിർബന്ധമായിട്ടും എല്ലാവരും കാണണം. ഞാൻ നിർബന്ധമായിട്ടും തന്നെ പറയും. കാരണം എനിക്കത് അത്ര ഇഷ്ടപ്പെട്ട ഒരു സംഭവം. അതിൻ്റെ പോർഷൻസ് എല്ലാം പുതിയതാണ്, ആളുകൾ കാണേണ്ട സംഭവമാണ്, ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം കൂടിയുണ്ട് ഈ സംഭവത്തിൽ. അപ്പോൾ അത് നിർബന്ധമായിട്ടും കാണണം. ഈ ഗ്രൂപ്പിനെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇനി ഇതേപോലെ ചെയ്യാനുണ്ട്. അത് നിങ്ങളായ കാണികൾ ഉണ്ട്. നമുക്ക് കണ്ട് ഇതിൻ്റെ കൂടെ നിന്നാലേ അതിൻ്റെ ഒരു സോഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും നിർബന്ധമായി കാണുക.
കാണാം. ഓൾറൈറ്റ്, അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മുടെ മലയാളികളുടെ ആവശ്യമാണ് മണി ഹേസ്റ്റ് 1, 2 ഒക്കെ വന്ന പോലെ ജയ് മഹേന്ദ്രൻ കൂടെ സീസൺ പിടിക്കാൻ 1. നമുക്കും വേണം ഒരു സീരീസ്. അതെ വേണം. അപ്പം നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് കട്ടയ്ക്ക് ഉണ്ടാവുന്നതായിരിക്കും. ജയ് മഹേന്ദ്രൻ. ജയ് മഹേന്ദ്രൻ. താങ്ക് യു.